ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? എന്താ വിശേഷം? ഇന്ന് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് സേമിയ ഉപ്മാവ് ഉണ്ടാക്കുന്നത് കാണിക്കേ. എൻ്റേതായ സ്റ്റൈലിൽ സേമിയ ഉപ്മാവ്. പാത്രം ചൂടായി, പാത്രം നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഗീയാൻ വയ്ക്കുന്നു. ഇതിലേക്ക് ഈ ഒരു കപ്പിനുള്ള ഏകദേശം 100 ഗ്രാം ഉണ്ടാവും ആ സേമിയ വറുത്തെടുക്കുന്നുണ്ട്. ഇതിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. സേമിയ വറുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാത്രം വെച്ചിട്ട് കുറച്ചുകൂടി ഗീ ഒഴിക്കുക. ഒരു വലിയ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ചൂടായാലും കടുകിട, കുറച്ച് കടുകിട. അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് അഥവാ ഇല്ലെങ്കിൽ നിലക്കടല ഇടുക. പിന്നെ കുറച്ച് ഉലുവയും പരിപ്പെല്ലാം ഇടുന്നവരുണ്ട്. ഞാൻ ഇത്ര മാത്രമേ ചെയ്യലുള്ളൂ. ഇങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. അണ്ടിപ്പരിപ്പിടും അല്ലെങ്കിൽ നിലക്കടല ഇടും. ഇനി ഒരു ഉള്ളി അരിഞ്ഞ് വെച്ചതാണ്, ചെറുതായിട്ട് അരിഞ്ഞ ഒരു ഉള്ളി. ഇത് നന്നായിട്ട് വാടി. ഇനി കുറച്ച് വെജിറ്റബിൾ, ഒരു ചെറിയ പീസ് ക്യാരറ്റും 3 ബീൻസ് പയറും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ വെജിറ്റബിൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ. ഇനിയിപ്പോൾ വെജിറ്റബിളൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് വെറും ഉള്ളി ഇട്ടിട്ടും ചെയ്യാം. കുറച്ച് ഉപ്പിടാം. അതിന് 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനതൊന്ന് തുറന്ന് ഇളക്കി. എന്നിട്ട് ഇതിലൊരു പൊടിക്ക് ഇഞ്ചി പേസ്റ്റ് ഇടുന്നുണ്ട്, വളരെ കുറച്ച് ഇഞ്ചി പേസ്റ്റ്. പിന്നെ ഇതിൽ 2 പച്ചമുളക് ഇടണം. ഞാൻ എന്തായാലും പച്ചമുളക് ഇടുന്നില്ല. ഇത് ഞാൻ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ആക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ മുളക് ഇടുന്നില്ല. 2 മുളക് ഇടണേ. ഇനി ഈ ഒരു കപ്പിന് സേമിയ എടുത്തത്. അപ്പോൾ ഇനി ഇതിന് 1.25 കപ്പ് വെള്ളം ഒഴിക്കാം. 1 കപ്പ് ഒഴിച്ച് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ട്. എന്നിട്ട് ഉപ്പ് പാകത്തിലുണ്ടോ നോക്കിയിട്ട് സേമിയ ഇടാം. ഈ സേമിയ വറുക്കുമ്പോഴായാലും വെജിറ്റബിളെല്ലാം ഇങ്ങനെ വാട്ടുമ്പോൾ ഒന്നുകിൽ പശു നെയ്യ് എടുക്കണം, അല്ലെങ്കിൽ ഡാൽഡ, അല്ലെങ്കിൽ ബട്ടർ. അതൊന്നും ഇല്ലെങ്കിൽ മാത്രം ഓയിലെടുക്കാം. ഒറ്റ ടേസ്റ്റ് ഗീ, ബട്ടർ, ഡാൽഡ ഇതൊക്കെയാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണയിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവുകയേ ചെയ്യില്ല. ഓയിൽ അത്യാവശ്യം യൂസ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ച് ഇനി വറുത്ത സേമിയ ഇതിലേക്ക് ഇട്ടിട്ട് ചെറിയ തീയാക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ഒരു 2-3 മിനിറ്റ് അടച്ചു വെക്കണേ. ഒരു 5 മിനിറ്റ് തന്നെ അടച്ചു വെച്ചോ, ചെറിയ തീയാക്കിയിട്ട്. എന്നിട്ട് പിന്നെ തുറന്ന് നോക്കാം. ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് നോക്കി ഞാൻ ഇട്ടിനി, അത് കാണിച്ചില്ല. തുറന്ന് നോക്കട്ടെ. സേമിയ ഉപ്പുമാവ് അടിപൊളി ഉപ്പുമാവായിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. ഒരു മിനിറ്റും കൂടി അടച്ചു വെക്കുക. എന്നാലേ കുറച്ചും കൂടി വെള്ളമുണ്ട് അത് പോകാൻ. നല്ല ടേസ്റ്റ് ഉപ്മാവാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. 2 മിനിറ്റും കൂടി അടച്ചു വെച്ച് ഇതാ തുറന്ന് നോക്കുമ്പോൾ ഉപ്മാവ് അടിപൊളി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ എന്തുവാണെങ്കിലും ഇറച്ചി വരട്ടിയത്, അല്ലെങ്കിൽ ഷുഗർ ഇട്ടിട്ട്, അല്ലെങ്കിൽ പഴം, അതല്ലെങ്കിൽ ഒരു എഗ്ഗ് വെച്ചിട്ടൊക്കെ അല്ലേ പ്ലെയിനായിട്ടും കഴിക്കും. എന്നാലും ഒരു ടേസ്റ്റിന് അങ്ങനെയൊക്കെ കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.